RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്താ ഇപ്പം നല്ല രാത്രി നടന്നത്? പറമ്പക്കാവും തിരുമുമ്പാടിയും തമ്മിലുള്ള വെട്ടിക്കെട്ട്, തൃശ്ശൂർപൂരത്തിന്റെ വെട്ടിക്കെട്ടാണോ? എന്താ പറയാ, ബാഴ്സലോണ വിസസ് ഇന്റർ മിലാൻ മത്സരത്തിലെ UCL സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ മത്സരത്തിലെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കളി കഴിഞ്ഞു 6-7 അഗ്രിഗേറ്റിന് ഇന്റർ മിലാൻ ഫൈനലിൽ കയറി. ബാഴ്സ UCL നിന്ന് പുറത്തായി. ബാഴ്സയുടെ ട്രിപ്പിൾ എന്ന സ്വപ്നം ഇതോടുകൂടി അവസാനിച്ചു. എന്തായാലും നല്ലൊരു കളി തന്നെയായിരുന്നു. ഫുട്ബോൾ ആരാധകർ കാത്തിരുന്നു. നല്ലൊരു കളി തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന് പുറകിൽ നിൽക്കുന്ന ബാഴ്സ, സെക്കൻഡ് ഹാഫിൽ ബാഴ്സയുടെ തിരിച്ചടി, കംബാക്ക്, 2 ഗോൾ തിരിച്ചടിക്കുന്നു. 89-ാം മിനിറ്റിൽ 3 ഗോൾ അടിച്ച് വിജയം ഉറപ്പിച്ചു. 90 മിനിറ്റ് വിജയം ഉറപ്പിച്ചു എന്ന് കഴിഞ്ഞ് 93-ാം മിനിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്ററിന്റെ കംബാക്ക് 3-3. അതുവരെ സെക്കൻഡ് ഹാഫിൽ അതുവരെ തളർന്നിരുന്ന ഇന്റർ ആ ഗോളുകൂടി കൂടി ഉയർത്തെഴുന്നേറ്റ് തന്നെ പറയാം. എക്സ്ട്രാ ടൈമിൽ 100-ാം മിനിറ്റിന് ശേഷം ഇന്ററിന്റെ 4ാമത്തെ ഗോൾ വന്നു. പിന്നെയും ഒരുപാട് ഗോൾ ചാൻസുകൾ ബാഴ്സലോണ അറ്റാക്ക് ചെയ്തു. പക്ഷെ സോമർ എന്ന വൻമതിൽ, ഇന്ററിന്റെ വൻമതിൽ ഡിഫൻസ് ഒക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടും സോമർ എന്ന ഗോൾ കീപ്പറിന്റെ മുന്നിലാണ് ഇന്നലെ ബാഴ്സ ശരിക്കും പരാജയപ്പെട്ടത്. ലമീൻ യമാലെല്ലാം തൊടുത്ത 3-ലേറെ ഷോട്ടുകളാണ്. അതും 100% ഗോളാവുന്ന ഉറച്ച ഷോട്ടുകൾ. അതേപോലെ എറിക് ഗ്രാസിയ, അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ ഇന്നലെ ഇന്ററിന്റെ വിജയത്തിൽ ഈ ചങ്ങായി സോമർ, 36-കാരനായ സോമർ ഇന്നലെ മാത്രം 7 സേവുകളാണ് ചങ്ങായി നടത്തിയത്. UCL 2 ലെഗ് മത്സരങ്ങളിലൂടെ 15ഓളം സേവുകളാണ് ബാഴ്സലോണയ്ക്ക് നടത്തിയത്. അപ്പൊ ബാഴ്സയ്ക്ക് വിജയത്തിന് തടയിട്ടത് ഈ ചങ്ങായി തന്നെയല്ല, അതിലൊരു സംശയമില്ലല്ലോ. എന്താണ് അവിടെ ഇന്നലെ കണ്ടത്? കളി ഇങ്ങനെ ഹാർട്ട് ബീറ്റ്, എല്ലാവരും ബാഴ്സ ഫാൻ ആയിക്കോട്ടെ, ഇനിയിപ്പോ ബാഴ്സയുടെ എതിരാളികളായിക്കോട്ടെ, ഇന്റർ മിലാൻ ആയിക്കോട്ടെ, ഇനിയിപ്പോ ബാഴ്സയുടെ എതിർ വശത്ത് നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, അവരായിക്കോട്ടെ, എല്ലാവരും ഹൃദയമെടുപ്പോടിയിട്ടാണ്. ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ വീണപ്പോ ബാഴ്സ തീർന്നെന്ന് വിചാരിച്ചു. അപ്പൊ കുറെ പേർക്ക് TV ഓഫ് ചെയ്ത് പോയി കിടന്നിട്ടുണ്ടാവും. പക്ഷെ കംബാക്ക്, അത് ഈ സീസണിലെ ഹൻസി ഫ്ലിക്കിന്റെ ഒരു ശീലമാണ്. ആ കംബാക്കിലൂടെ 2-2 സമനില പിടിച്ചു. ഹാഫ് ടൈമിന് ശേഷം ഇന്റർ മിലാൻ ചിത്രത്തിലില്ല, ആ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ ചിത്രത്തിലില്ല. അങ്ങനെയുള്ള കളി 2-2 സമനിലയാവുന്നു. അതിനുശേഷം 89-ാം മിനിറ്റിൽ 3 ഗോളുകൾ ബാഴ്സ ആരാധകരൊക്കെ വിചാരിച്ചു കളി കഴിഞ്ഞു, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ പറഞ്ഞാൽ ആകെ എക്സ്ട്രാ ടൈം 5 മിനിറ്റേ ഉള്ളൂ. 89-ാം മിനിറ്റിൽ ഗോള് വീഴുന്നു. ഇനി 5 മിനിറ്റ് കൊണ്ട് ഇന്ററിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു മനോഭാവം ബാഴ്സയ്ക്ക് വന്നു. ആ ഒരു ഇതില് ജെറാർഡ് മാർട്ടിനിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ ബോൾ കൊണ്ട് ചങ്ങായിമാര് പണി നടത്തി. ടെസ്റ്റിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടിയില്ല. എന്താന്ന് പറഞ്ഞാൽ അത്രയും സെക്കൻഡുകളിലുള്ളായിരുന്നു ആ ഗോള് വലയ്ക്കുള്ളിൽ കയറിയത്. അറൗഫോന്റെ ഒരു മാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ലെക്ക് എന്ന് പറയുന്ന സാധനം ഇന്ന് ബാഴ്സയുടെ കൂടെ ഇല്ല. അതും സോമർ എന്ന ഗോൾ കീപ്പറിന്റെ മുന്നിലാണ് ബാഴ്സ. യമീൻ യമാലിന് തന്നെ പറയാം, യമാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഇന്ന് നടന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഭാഗ്യമില്ലാത്ത മത്സരമായിരിക്കും ഇന്ന് യമാലിന് നടന്നത്. അത്രയ്ക്കും ചങ്ങായി 17 വയസ്സിൽ 120 മിനിറ്റ് ഒരു റെസ്റ്റ് ഇല്ലാതെ കളിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചിരിക്കണം. ഇത് ബാഴ്സയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ചങ്ങായി. അതേപോലെ ഇന്ററിനെ സംബന്ധിച്ചോളം, ഇന്റർ ഫസ്റ്റ് ഹാഫിൽ നല്ല കളി, അടിപൊളി. ലൗതാരോ മാർട്ടിനസ് ആ പെഡ്രിയുടെ മിസ്സിംഗ് ആയ പാസ്, പെഡ്രി ശരിക്കും ഹൈലൈൻ കളിക്കുമ്പോൾ പെഡ്രി ഡിജോണിൽ നിന്നൊക്കെ ഒരുപാട് ഗോൾ മിസ്സായിട്ടുണ്ട്. ഈ ഹൈലൈൻ കളിക്കുന്ന ഹൻസി ഫ്ലിക്കിന്റെ തന്ത്രം ഹൈലൈനാണ്. ഹൈലൈൻ കളിക്കുന്ന സമയത്ത് ഈ ബോള് കാലിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മിസ്സാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഫസ്റ്റ് പെട്ടയുടെ ആ മിസ്സുള്ള ബോളാണ് അവർ കൊണ്ട് ലൗതാരോ മാർട്ടിന് കൊടുത്തിട്ട് ലൗതാരോ മാർട്ടിനസ് ഗോളിലേക്ക് അടിച്ചു കയറ്റുന്നു. അവിടെ ഡിഫൻഡർമാർക്കും ഷെസ്നിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, മനസ്സിലാവണ്ടോ? അപ്പോ അതിലൂടെ തുടങ്ങി. അതിനുശേഷം വീണ്ടും 2 ഗോൾ വീണു. അപ്പോൾ ബാഴ്സയുടെ കത്തിക്കൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. സെക്കൻഡ് ഹാഫിൽ എറിക് ഗ്രാസിയയിലൂടെ ബാഴ്സ 1 ഗോളിലെത്തുന്നു. 2ാമത്തെ ഗോള് അതേപോലെ തന്നെ ഓൽമോയിലൂടെ. ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും നിറമങ്ങിയിരുന്ന ജെറാർഡ് മാർട്ടിനാണ് വിങ്ങില് ഏറ്റവും കുത്തുവാക്കുകൾ കേട്ടതാണ്. അപ്പോൾ ഈ ചങ്ങായി ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര മോശമായിരുന്നു. ഈ ചങ്ങായിനൊക്കെ ചെയ്തിട്ട് 7ഓളം ബോളുകൾ അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ ചങ്ങായി തീയായിരുന്നു കളി. 2 അസിസ്റ്റ് ചെയ്തു. കൗണ്ടറിലൂടെ ഒരു ബോൾ ഓൽമോ ഹെഡ് ചെയ്തിട്ട് സുന്ദരമായിട്ട് ഗോളാക്കി. 2ാമത്തെ ഗോൾ. അങ്ങനെ 2-2 സമനിലയിൽ നിൽക്കുന്ന സമയത്ത് 64-ാം മിനിറ്റ് 63-ാം മിനിറ്റ് ഇതേപോലെ കൗണ്ടറിലൂടെ വരുന്ന ബോള് എറിക് ഗ്രാസിയക്ക് കൊടുത്ത ബോള്. ആ ബോൾ എറിക് ഗ്രാസിയ പോസ്റ്റ് ഇങ്ങനെ വിശാലമായി കിടക്കുന്നത്, ഈ ചങ്ങായി അടിച്ചു കയറ്റിയത് സോമറിന്റെ കയ്യിലോട്ടാണ്. സോമർ അത് അതിമനോഹരമായി സേവ് ചെയ്തു. അല്ലെങ്കിൽ എറിക് ഗ്രാസിയയുടെ 2ാമത്തെ ഗോളും
അതേപോലെ മാർട്ടീനസ് നിന്ന് 3 അസിസ്റ്റും ജെറാർഡ് മാർട്ടിൻ നിന്ന് 3 അസിസ്റ്റും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത്രയും മനോഹരമായിട്ട് സെക്കൻഡ് ഹാഫിൽ ബാഴ്സ കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഒന്നും പറയാനില്ല, ഇന്ററിന്റെ ഡൊമിനേഷനാണ് കണ്ടത്. ഇന്റർ അവരുടെ കാണികൾക്ക് മുമ്പിൽ കളി കാണിച്ചു കൊടുത്തു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ബാഴ്സ വരുന്ന പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ 3-2 ജയിച്ചു. ബാഴ്സ കളി തീർന്നു വെച്ചു. ബാഴ്സ ഒന്ന് സ്ലോ ഡൗൺ ആയി തോന്നുന്നു, ഇനി ജയിച്ചു എന്നുള്ളതിൽ ആ ഒരു ഇതിലാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് ഹാൻസി ഫ്ലിക്കിന്റെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെറുതായിട്ടൊന്ന് പാളിയെന്നുണ്ട് എനിക്കൊരു ഡൗട്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവസാന ടൈമിൽ 5 മിനിറ്റ് അങ്ങനെ കളി കഴിയാനുള്ള ഗോള് 3-2 ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലെവൻഡോസ്കിനെ സ്ട്രൈക്കറായിട്ട് ഇറക്കുന്നത്. ഫെറാൻ ടോറസ് ഒന്നും ഈ കളിയിൽ ഒരു ഇതും ഉണ്ടാക്കിയിട്ടില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ക്രിസ്ത്യൻസിനെ ആരെയും ഇറക്കുന്നു വിചാരിച്ചു. അറോഹോ ആണ് ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ക്രിസ്ത്യൻസിനെ ഇറക്കിയിട്ട് ഒന്നുകൂടെ ഡിഫൻസ് സ്ട്രോങ് മാർട്ടിനസിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. മാർട്ടിനസ് പോയതോടുകൂടി ഡിഫൻസിൽ താളങ്ങൾ മൊത്തം തെറ്റി. ആ ഒരു എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ബാഴ്സലോണ മാനേജ്മെന്റ് ഈ ക്യാപ്റ്റൻ ബാൻഡ് കൊടുക്കുമ്പോൾ കുറച്ച് എന്താ പറഞ്ഞാൽ അഗ്രിഗേറ്റ് ആയിട്ട് കളിക്കാനുള്ള ആൾക്കാരുടെ ഒരു ക്യാപ്റ്റൻ ബാൻഡ് കൊടുക്കണം. ഈ ഡിജോണിനെ കൊണ്ടും അതേപോലെ അറോഹോനെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാക്കുള്ള. ഇത് റഫീനിയ അതേപോലെ മാർട്ടിനസ്, ഇനീക്ക മാർട്ടിനസ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന്റെ കൊടുക്കണം. അല്ലാതെ കുറെ കാലം ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണം ഗ്രൗണ്ടിൽ. ആ സമയത്തൊക്കെ ആ ഒരു മോട്ടിവേഷൻ ആയിട്ട് മാർട്ടിനസ് ഒക്കെ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗോൾ വീഴില്ലായിരുന്നു. ജെറാർഡ് മാർട്ടിനസിന്റെ ഒരു ഫൗളാണ്. ആ ഫൗൾ പിന്നെ രണ്ടാമത് ഇപ്പൊന്നും കാണിച്ചില്ല. ഞാൻ കണ്ടപ്പോൾ അതൊരു ഫൗളായിട്ട് തന്നെ തോന്നിയത്. അതിന്റെ ഇത് പിന്നെ പ്രിവ്യൂ വീഡിയോസ് ഒന്നും കണ്ടില്ല. അങ്ങനെ ആ ഗോൾ കൊണ്ട് പോയിട്ട് അതിസുന്ദരമായിട്ട് ആ ഗോള് അസിസ്റ്റ് ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അറോഹോ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവനെ ഫ്രീ ആക്കി ഫ്രണ്ട് ബോൾ ചിപ്പ് ചെയ്ത് ഗോൾ പോസ്റ്റിനുള്ളിൽ ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ ഷെസ്നി അത്രയും ക്ലോസ് ആയിട്ടാണ് ആ ബോക്സിന്റെ കോർണർ സൈഡ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ സെക്കൻഡുകൾക്കുള്ളിൽ ആ ബോൾ ഉള്ളിക്കുകയായിരുന്നു. പിന്നെ ബാഴ്സ കുറെ ശ്രമിച്ചു. യമാലിന്റെ ഒക്കെ എന്താ പറയാ, തീയുണ്ടകളായിരുന്നു സൗമറിന് മുന്നിൽ അടിയറവ് വെച്ചത്. എന്താന്ന് പറഞ്ഞാല് യമാലിന്റെ ബെസ്റ്റ് ആയിരുന്നു എടുത്തത്. അതിന് മുന്നിൽ ആകെ ഇതുപോയി. എനിക്ക് ഇന്ന് തോന്നിയതിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത് ഫെറാൻ ടോറസിനെ എന്തിനാണ് ഈ 90 മിനിറ്റോളം കളിപ്പിച്ചതെന്നാണ് എനിക്കറിയാം. ലെവൻഡോസ്കിക്ക് ഒന്നില്ലെങ്കിൽ ഇറങ്ങായിരുന്നു, അല്ലെങ്കിൽ പാവോ വിക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും പ്ലെയേഴ്സിന് ഒന്നാമത്തെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഇമ്പാക്ട് ഇല്ലാതെ പ്ലെയറിന് 90 മിനിറ്റ് എന്തിനാ കളിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. അതേപോലെ അറോഹോന്റെ കാര്യം, അറോഹോ നല്ലൊരു ഡിഫൻഡർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് ആൾക്ക് പറ്റിയെന്ന് അറിയില്ല. അതേപോലെ ഇന്ററുടെ കോച്ചിന്റെ തന്ത്രങ്ങൾ. പക്ഷെ ഇന്റർ കളിയിൽ 90 മിനിറ്റിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചത്. ആ 3ാമത്തെ ഗോൾ വീണപ്പോൾ അവര് ഫുള്ളായിട്ട് പോയി. പക്ഷെ ആ 93ാമത്തെ മിനിറ്റിൽ ആ ഗോൾ തിരിച്ചു വന്നപ്പോൾ ഇന്റർ അതുവരെ തളർന്നു നിന്ന ഇന്റർ കളിയിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. പിന്നെയും പ്രതീക്ഷകളാണ് ബാഴ്സ ഫാൻസിൽ ഉണ്ടായിരുന്നത്. എന്താന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ഉണ്ട്. ഇനിയും ഒരു ഹാഫ് ടൈം കൂടി, 15 മിനിറ്റിന്റെ ഒരു ഹാഫ് ടൈം കൂടി ഉണ്ട്. അതില് ഗോൾ അടിക്കുന്നുള്ള പ്രതീക്ഷയിലൊക്കെ കളി നീണ്ടു. ഒരുപാട് ചാൻസുകൾ ലെവൻഡോസ്കിയൊക്കെ ഒരു ഹെഡർ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 112 മിനിറ്റ് എങ്ങനെയായിരുന്നു ഹെഡ് ചെയ്ത് ശരിക്കും മുകളിലോട്ടാണ് പോയത്, ബോസിന്റെ മുകളിലോട്ട് പോയി. പക്ഷെ അത് കറക്റ്റായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അതുപോലെ യമാലിന് കിട്ടിയ ചാൻസുകൾ. അല്ല, പെഡ്രിയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ക്ഷീണിതായിരുന്നു. ആ ഒരു പെഡ്രിക്ക് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാണ് എനിക്ക് കറക്റ്റായിട്ട് ആരും അസിസ്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ ആ സാധനം ഡിഫൻഡറെ കടന്നു പോകുമ്പോൾ പെഡ്രി ഒന്നുകൂടെ ഓടി എടുത്താണെങ്കിൽ അത് ഗോളായി മാറിയാണ്. അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഫെറാൻ ടോറസിന് കിട്ടിയ 2 സുന്ദരമായ ചാൻസുകൾ ജസ്റ്റ് ഒന്ന് കാല് വെച്ച് കൊടുത്ത ബോസിനുള്ളിലേക്കാണ്. പക്ഷെ ടോറസിന് അങ്ങനെയാണ്. ടോറസിന് 100% ഗോൾ ആവാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഗോൾ അടിക്കുകയുള്ളൂ. അല്ലാതെ 50% ചാൻസ് ഉള്ള ഇതിനൊന്നും ഗോളാക്കാൻ കഴിയില്ല. അതേപോലെ ഇന്നത്തെ കളിയിൽ അവരുടെ മിഡ്ഫീൽഡും അതേപോലെ അവര് ഫിസിക്കലി തന്നെയാണ് ഇന്നും കളി. ഇന്റർ മിലാനെ സംബന്ധിച്ചോളം ഫിസിക്കലി ബാഴ്സ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ബാഴ്സയും ഇന്ററായിട്ട് ഒരുപാട് ഇതുണ്ട്. അതേപോലെ ഇന്റർ മിലാനുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. ഇവിടെ ഒരു പറ്റം യങ് പ്ലെയേഴ്സ് ആണ് കളിക്കുന്നത്. 18, 17, 20, 21 വയസ്സാണ് കൂടുതലുള്ള പ്ലെയേഴ്സും കളിക്കുന്നത്. പക്ഷെ ഇന്ററിന്റെ ഭാഗത്ത് എക്സ്പീരിയൻസ്. അവരിതിനു മുമ്പ് ഫൈനലിൽ പരാജയപ്പെട്ടാണ്. അവർക്കപ്പോ ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. അത് പൊരുതി നേടി ബാഴ്സയും കളിച്ചു, ഇന്ററും കളിച്ചു. 2 ടീമും കളിച്ചില്ല എന്ന് പറയുന്നില്ല. 2 ടീമും ഓരോ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കളിച്ചപ്പോൾ ഒരു പടി മുന്നിൽ ഇന്റർ കളിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ബാഴ്സ വീണു. അത്രയാണ് ഇന്നത്തെ കഥയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇതിൽ ഹാൻസി ഫ്ലിക്കിന്റെ ചെറിയ ഒരു ഇത് ആണ് എനിക്ക് തോന്നിയതിൽ അറോഹോ അതേപോലെ ഇനിഗോ മാർട്ടിനസിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ യെല്ലോ കാർഡ് കിട്ടി. ഇനി യെല്ലോ കാർഡ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും. പക്ഷെ കളി കഴിയാൻ ഏതാനും നിമിഷങ്ങൾ എക്സ്ട്രാ ടൈമിലേക്ക് പോയ ശേഷം ആക്കായിരുന്നു ആളുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ലെവൻഡോസ്കിനെ ആ സമയത്ത് ഇറക്കിയത് കുറച്ചുകൂടെ മുൻപിൽ ഇറക്കായിരുന്നു. എന്നിട്ട് ഈ എക്സ്ട്രാ ടൈമിൽ ആ ഒരു 89 സമയത്ത് ക്രിസ്ത്യൻസിനെ ആയിരുന്നു ഇറക്കേണ്ടത്. അതിനൊന്നും പറ്റിയില്ല.
പിന്നെ നിർഭാഗ്യം എന്നൊരു സാധനം ഇന്ന് ബാഴ്സന്റെ കൂടെയായിരുന്നു. റഫറിയുടെ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റഫറിങ് ആയിരുന്നു. പക്ഷെ ചില ചാൻസുകളിൽ 50-50 ചാൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഡിഫൻസ് സൈഡ് ആണെങ്കിലും ബാഴ്സയ്ക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ടതൊക്കെ ഇന്റർ അനുകൂലമായിട്ടാണ് കിട്ടിയത്. അതങ്ങനെ നമുക്ക് കണ്ടപ്പോൾ ആ ഒരു ഫൗളിന്റെ കാര്യം തന്നെ, ആ മൂന്നാമത്തെ ഗോൾ, സമനില നേടുന്ന ഗോൾ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അത് ജെറാർഡ് മാർട്ടിന് ഫൗളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വീഡിയോ റീപ്ലേ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുട്ബോളാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഗോള് വീണു. കളി 90 മിനിറ്റിൽ നിൽക്കേണ്ട കളിയായിരുന്നു 120 മിനിറ്റ്. ഫുട്ബോൾ ആരാധകരൊക്കെ ഇങ്ങനെ ഇരുന്ന് വേർത്ത് ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി എന്താ പറയാ, ഒന്നും പറയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു ബാഴ്സ വിസസ് PSG മത്സരം ഫൈനലിൽ വരണമെന്ന്. എന്താന്ന് പറഞ്ഞാൽ ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സ ഈ സീസണിൽ അത്രയും മനോഹരമായ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഒരുപിടി ചെറുപ്പക്കാരെ വെച്ചുകൊണ്ട്, ലാമാസിയ എന്ന അക്കാദമിയിൽ നിന്ന് എടുത്തുള്ള ഒരുപിടി ചെറുപ്പക്കാരെ. അപ്പോൾ ഹൻസി ഫ്ലിക്ക് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായെങ്കിലും തല ഉയർത്തി തന്നെയാണ് അവരുടെ പ്ലെയേഴ്സ് ഈ ഇന്റർ മിലാനിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന് മടങ്ങുന്നത്. അതിൽ യാതൊരു സംശയമില്ല. അവര് വെറുതെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ പരാജയപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലെഗിൽ 4 ഗോളൊക്കെ അടിച്ച് സെക്കൻഡ് ലെഗിൽ വന്നിട്ട് അതിന് തിരിച്ചു വാങ്ങിച്ചിട്ട് നിസ്സഹായരായിട്ട് തലതാഴ്ത്തി മടങ്ങിയ ഒരു ബാഴ്സയെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ബാഴ്സയെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവർ തല ഉയർത്തി തന്നെയാണ് മടങ്ങുന്നത്. ഇനിയിപ്പോൾ അടുത്ത ലാലീഗ് ഉണ്ട്. ലാലീഗിൽ അടുത്ത് 14 നടത്താൻ എൽ ക്ലാസിക്കോ കൂടി എന്താവുന്ന വിധി ആയാൽ, ജയോ പരാജയോ ആയിക്കഴിഞ്ഞാലാണ് ലീഗിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും കൂടി അറിയാൻ പറ്റും. അങ്ങനെ ബാഴ്സലോണയുടെ ട്രിപ്പിൾ മോഹം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. നാളത്തെ കളിയിൽ PSG ആണോ ആഴ്സണലാണോ ഇന്റർ മിലാൻ എതിരാളികൾ എന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് ബാഴ്സയ്ക്ക് പറ്റിയത്, അതേപോലെ ഇന്റർ മിലാന്റെ എന്തൊക്കെയായിരുന്നു പോസിറ്റീവ് വശങ്ങൾ, അതേപോലെ ഇതിൽ രണ്ടുപേർക്കും പറ്റിയ എങ്ങനെയാണ് ഈ ഇന്റർ മിലാന് കളിയിൽ വിജയിക്കാനും അതേപോലെ ബാഴ്സയുടെ പരാജയത്തിനുള്ള കാരണങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുറക്കെ പറയാനുള്ള കാരണങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കി അത്യാവശ്യം 2 ടീം നന്നായി കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇന്റർ കളിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ ബാഴ്സ കളിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിൽ ഗോള്, അതിൽ ആ ഒരു ഗോളിൽ അവർ ഡിഫെൻഡ് ചെയ്തു. അവരൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഡിഫെൻഡ് ചെയ്തു. ബാഴ്സയ്ക്ക് ഒരു 5 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോമർ എന്ന ഗോൾ കീപ്പറിന് മുന്നിൽ ബാഴ്സ അടിയറവ് വെച്ചു തന്നെ പറയണം. ഇന്ററിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം ലൗതാറോ മാർട്ടിനസ്. ക്യാപ്റ്റന്മാരെ കെട്ടിക്കഴിഞ്ഞാൽ ഇമാതിരി ഇതായിട്ട് കളിക്കണം. പരിക്കായിട്ട് പോലും ഫുൾ ഫിറ്റ് ഒന്നല്ല ആള്, ഫുൾ ഫിറ്റ് എല്ലാം നമുക്ക് കളിക്കുന്ന കാണുന്നതല്ല, അല്ലാതെ പോലും ഫസ്റ്റ് ഗോൾ അടിക്കലും അതേപോലെ ഗ്രൗണ്ടിൽ ആളുണ്ടാക്കിയ ഒരു ഹാഫ് ടൈം വരെ ഉണ്ടാക്കിയ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അത് അങ്ങനെയാണ് ക്യാപ്റ്റന്മാർ വേണ്ടത്. ക്യാപ്റ്റൻ പാൻറ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എക്സ്ട്രാ എനർജി വേണം. അതേപോലെ ഇന്ന് ഡംഫിസ് ആയിക്കോട്ടെ, ഈ ചങ്ങായി ആയിക്കോട്ടെ, എല്ലാവരും അവരോട് കറക്റ്റായിട്ട് ഇൻസാക്കി എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ. സെക്കൻഡ് ഹാഫിലാണ് ഇവർക്കൊന്ന് ഇന്റർ മിലാൻ ഒന്ന് പാളിയത്. അതും ബാഴ്സയുടെ കംബാക്ക്. ബാഴ്സ കംബാക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു ടീമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കംബാക്കാണ് നടത്തുന്നത്. ഈ സീസണിൽ ഒട്ടനവധി മത്സരങ്ങൾ നോക്കിയാൽ അറിയാം. പക്ഷെ ഇന്റർ ആ ഒരു 3ാമത്തെ ഗോൾ തിരിച്ചടിച്ചതിൽ കളിയിലേക്ക് തിരിച്ചു വന്നു. എക്സ്ട്രാ മിനിറ്റിൽ ഒരുപാട് നേരം ബാഴ്സ കനിഞ്ഞ് ശ്രമിച്ചിട്ടും ഗോള് വിടാതിരിക്കാൻ ഇന്ററിന്റെ ഡിഫൻസും അതേപോലെ സൂമർ എന്ന ഗോൾ കീപ്പറാണ് കാരണം. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുപാട് ഇന്റർ ഫസ്റ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കളി ആരൊക്കെ മോശമായി കളിക്കുന്നു അവരൊക്കെ പെട്ടെന്ന് ഇൻസാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് 90 മിനിറ്റ് കളി കഴിയുന്നതിനുള്ള ഗോൾ തിരിച്ചില്ലെങ്കിൽ, ആരെങ്കിലും ജയിച്ചില്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈമിൽ പോകും, പിന്നെ പെനാൽറ്റി, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോൾ അടിച്ച് ജയിക്കാൻ തന്നെയാണ് ഇൻസാക്കിയുടെയും ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അത് കളി ഗോൾ അടിക്കുമ്പോഴും തിരിച്ചടിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഇമ്പാക്ട്. ആ 3-2 തോറ്റ് നിൽക്കുമ്പോഴും അവർ അവസാന ടൈമിൽ കിട്ടിയ ചാൻസ്, ഇപ്പോൾ ഒരു 10 ചാൻസ് ബാഴ്സയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 10 3 ഗോളാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇന്ററിന് 7 ചാൻസ് കിട്ടിയത് 4 ഗോൾ അടിക്കാൻ പറ്റി. അതാണ് ഇന്ററിന്റെ കഴിഞ്ഞ ലെഗ് മത്സരത്തിൽ നോക്കിയാൽ മതി. ഇന്ററിന് 3 ചാൻസാണ് കിട്ടി. ആ 3 ചാൻസും ചങ്ങായിമാർ മുതലാക്കി. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 13 ഷോട്ടാണ് ഇന്റർ മിലാൻ അടിച്ചിട്ടുള്ളത്. അതിൽ 7 ടാർഗറ്റിലേക്ക് അടിച്ചു. നോക്കണം, അതിൽ തന്നെ 4 ചങ്ങായിമാർ ഗോളാക്കി. അവിടെയാണ് ഇന്ററിന്റെ വിജയം. അതുപോലെ ബാഴ്സലോണ 22 ഷോട്ടുകൾ എടുത്തതിൽ 10 ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതിൽ 3 മാത്രമാണ് ഗോളാക്കാൻ പറ്റിയത്. അവിടെയാണ് ബാഴ്സയുടെ ലെക്കില്ലായിരുന്നു എന്ന്. ഇന്റർ കറക്റ്റായിട്ട് അവർക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ലെഗിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 3 ചാൻസ് കിട്ടി 3 ഗോളാക്കി. അതേപോലെ പാസിങ് 28%, പൊസിഷൻ 28%, 72% ബാഴ്സയുടെ കയ്യിലുണ്ടായിരുന്നു. 313 പാസുകൾ മാത്രമാണ് ഇന്റർ മിലാൻ നടത്തിയപ്പോൾ 768 പാസുകൾ ബാഴ്സ നടത്തിയിട്ടുണ്ടായിരുന്നു. പാസിംഗ് അക്യുറസി വന്നിട്ട് 66% ഇന്റർ ആയിരുന്നു, 86% ബാഴ്സയായിരുന്നു.
ഫൗള് 14ഉം 10ഉം ഫൗളുകളാണ്. യെല്ലോ കാർഡ് ഇന്റർ മിലാൻ 5ഉം ബാഴ്സയ്ക്ക് 2ആണ് കിട്ടിയത്. അതേപോലെ ഓഫ് സൈഡ് ട്രാപ്പ് അതിൽ വിജയിച്ചില്ല എന്ന് ഞാൻ ഒരിക്കലും ബാഴ്സ വിജയിച്ചില്ല എന്ന് പറയുന്നില്ല. 9 ഓഫ് സൈഡ് ട്രാപ്പ് കിട്ടിയപ്പോൾ ബാഴ്സയ്ക്ക് 2 ഓഫ് സൈഡാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കോർണേഴ്സ് 5 വിൻ ചെയ്തു. അതേസമയം ബാഴ്സ 7 കോർണർ വിൻ ചെയ്തു. സെറ്റ് പീസുകളൊക്കെ ഒന്ന് പരമാവധി പൂട്ടാനുള്ളതൊക്കെ നോക്കി, പക്ഷെ ചില സാധനങ്ങൾ ബാഴ്സയ്ക്ക് പിടിച്ചാൽ നിൽക്കുന്നില്ല. സെസ്നിയുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സെസ്നിക്ക് ഈ പെട്ടെന്നുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഇന്ന് ഗോളുകളൊക്കെ കയറിയത്. ലോങ് ഷോട്ടോ അല്ലാതെ സേവ് ചെയ്യാൻ പറ്റിയ ഡൈവിനുള്ള അവസരങ്ങളൊന്നും കൊടുക്കാതെ ഇന്റർ മിലാൻ ബാഴ്സയെ സെമി ഫൈനലിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുന്നതായിരിക്കും.